ഇന്ന് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലഭിക്കുന്നത് ഹോം ലോണിനാണ്. ഏകദേശം 8.35 തുടങ്ങി, 8.3 തുടങ്ങിയിട്ട് സ്റ്റാർട്ടിംഗ് നമുക്ക് ഹോം ലോണിന് റേറ്റ് ഉണ്ട് ഇൻഡസ്ട്രിയിൽ. എന്താണ് ഈ ഹോം ലോൺസിന്റെ ബെനിഫിറ്റ്സ്? ആളുകൾ എന്തുകൊണ്ടാണ് ഇത്ര ഹോം ലോൺ കിട്ടാൻ വേണ്ടി ഓടി നടക്കുന്നത്? ഹോം ലോണിന്റെ പ്രത്യേകത എന്താണ്? ഹോം ലോൺ എന്ന് പറയുമ്പോൾ ആക്ച്വലി അതിൻ്റെ ഇമോഷണൽ സൈഡ് അല്ലാതെ നോക്കുകയാണെങ്കിൽ ഒരു ഹോം ലോണിൽ പല ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. ഇന്ന് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലഭിക്കുന്നത് ഹോം ലോണിനാണ്. ഏകദേശം 8.35 തുടങ്ങി, 8.3 തുടങ്ങിയിട്ട് സ്റ്റാർട്ടിംഗ് നമുക്ക് ഹോം ലോണിന് റേറ്റ് ഉണ്ട് ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് റേറ്റ് ആണ് ഞാൻ ഈ പറയുന്നത് 8.3 എന്ന് പറയുന്നത്. എല്ലാവർക്കും അവൈലബിൾ ആണോ? ഇല്ല, അതിന്റെ ക്രൈറ്റീരിയാസിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് 8.3 എന്ന് പറയുന്ന അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നെയാണ് ഹോം ലോണിന്റെ ആവശ്യം കൂട്ടുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇനി രണ്ടാമത്തത്, ഈ ഹോം ലോൺ നമ്മൾ എടുക്കുന്നത് ഒരു ലോങ്ങർ ടെന്യൂറിലേക്കാണല്ലോ, 10 കൊല്ലം, 15 കൊല്ലം, 20 കൊല്ലം. പക്ഷെ ഇത് എപ്പോൾ വേണമെങ്കിലും ഇൻ ബിറ്റ്വീൻ ക്ലോസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുമെന്നുള്ളതാണ്. അതിന് പ്രത്യേകമായിട്ട് ചാർജസ് ഒന്നുമില്ല, അതായത് ചാർജസ് അപ്ലിക്കബിൾ അല്ല. നമ്മളിപ്പോൾ ഒരു 15 കൊല്ലത്തേക്ക് ഒരു ലോൺ എടുത്തു, 10 കൊല്ലം കഴിയുമ്പോൾ നമ്മളുടെ വേറൊരു പ്രോപ്പർട്ടി വിറ്റു, അല്ലെങ്കിൽ നമ്മളുടെ ജോലിയുടെ ഒരു റിട്ടയറൽ ബെനിഫിറ്റ് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലംസം മണി നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി അടച്ച് നമുക്ക് ഈ ലോൺ ക്ലോസ് ചെയ്യാം. അതിന് പ്രത്യേകിച്ച് ചാർജസ് ക്ലോസ് ചെയ്യാൻ മാത്രമാണ്. ഇപ്പൊ എനിക്ക് എന്റെ കയ്യിൽ കുറച്ച് അഡീഷണൽ ഫണ്ട് വന്നാൽ എനിക്ക് പാർട്ട് പേയ്മെന്റ് നടത്താൻ പറ്റും. അതിന് ചാർജസ് ഉണ്ട്. തീർച്ചയായിട്ടും അതിന് ഓരോ ബാങ്കിന് ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ പാർട്ട് പേയ്മെന്റ്സിന് നമുക്ക് ചാർജസ് വരുന്നില്ല. പക്ഷെ ഒരു കൊല്ലത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിന്റെ ഒരു 25% വരെയേ അടയ്ക്കാൻ പറ്റുള്ളൂ എന്ന് ചില ബാങ്കുകൾ നിബന്ധനകൾ വെക്കുന്നുണ്ട്. അത് ബാങ്ക് ടു ബാങ്ക് ചേഞ്ചസ് ആണ്. ചിലർക്ക് അങ്ങനെ ഒരു നിബന്ധനയില്ല, നമുക്ക് 50% വരെയും അടച്ചു തീർക്കാവുന്ന ബാങ്കുകളും ഉണ്ട്. ചിലർ 25% ഒരു സ്ലാബ് വെക്കുന്നുണ്ട്. അതായത് ഒരു വർഷത്തിൽ മാക്സിമം അടയ്ക്കാവുന്നത്, 1 കോടിയുടെ ഒരു ലോൺ ആണെങ്കിൽ, 1 കോടി ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാക്സിമം ഒരു വർഷത്തിൽ പാർട്ട് പേയ്മെന്റ് ചെയ്യാവുന്നത് 25 ലക്ഷമാണ് എന്ന് ഒരു ക്രൈറ്റീരിയ വെക്കുന്ന ചില ബാങ്കുകളും ഉണ്ട്. അപ്പോൾ പക്ഷെ ഇതിനൊന്നും ചാർജസ് ഇല്ല, ഈ പാർട്ട് പേയ്മെന്റിന് ചാർജസ് ഇല്ല. നമുക്കൊരു ബോണസ് കിട്ടി, അല്ലെങ്കിൽ നമുക്കൊരു ഇൻസെൻറ്റീവ് കിട്ടി, ഈ ഒരു എമൗണ്ട് നമുക്ക് എന്തിലേക്കെങ്കിലും വെറുതെ ചെലവാക്കി കളയാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ലോണിലേക്ക് കൊണ്ടുപോയി പാർട്ട് പേയ്മെന്റ് അടയ്ക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ചില ബാങ്കുകൾ നമ്മൾ ഹോം ലോണിൽ പ്രീ ക്ലോഷർ ചാർജസ് ചാർജ് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം? അതായത് ഇപ്പോൾ നമ്മൾ ഹോം ലോൺ എടുക്കാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുമ്പോൾ കുറച്ചുകൂടി അത് വിശദമായിട്ട് മനസ്സിലാവും. എന്നാലും ഞാനിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് ആ പെർട്ടിക്കുലർ പറഞ്ഞിരിക്കുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ വരാത്ത കേസുകൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഹോം ലോണിൽ ആ ഒരു സെഗ്മെന്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചോദിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ 8.5 റേറ്റ് എടുക്കുകയാണെങ്കിൽ എനിക്ക് അടുത്ത 2 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 3 കൊല്ലത്തേക്ക് നമുക്ക് 8.5 എന്ന് പറഞ്ഞ അതേ റേറ്റ് ആയിരിക്കും. അപ്പോൾ RBI റേറ്റിൽ എന്തൊക്കെ ഫ്ലക്ച്വേഷൻസ് വന്നാലും ഈ റേറ്റ് സെയിം ആയിട്ട് തന്നെ നിലനിൽക്കുന്ന ആ ഒരു സ്കീമിലാണ് ഈ കസ്റ്റമർ ലോൺ എടുത്തിട്ടുള്ളതെങ്കിൽ ഇവർക്ക് പ്രീ ക്ലോഷർ ചാർജബിൾ ആണ്. അതായത് 2 വർഷത്തേക്ക് ഞാൻ ഒരു ഫിക്സഡ് റേറ്റ് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ ആ 2 വർഷക്കാലം ഞാൻ ഇത് ലോൺ ക്ലോസ് ചെയ്യുകയോ പാർട്ട് പേയ്മെന്റ് ചെയ്യുകയോ ചെയ്താൽ എനിക്ക് പ്രീ ക്ലോഷർ ചാർജസ് വരാം. അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഫിക്സഡിൽ നിന്നും മാറി വേരിയബിൾ ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് പോകും. അപ്പൊ പിന്നെ നോർമൽ എന്തൊക്കെയാണോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അത് തന്നെ ഇതിന് ബാധകമാണ്. ആ ഒരു പീരിയഡിലേക്കുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. ഒരു ക്രൈറ്റീരിയ അല്ല, ഫിക്സഡ് റേറ്റ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ പ്രീ ക്ലോഷർ ചാർജസ് വരുന്നത്. എനിക്ക് തോന്നുന്നു ചില ബാങ്കുകൾ ഹോം ലോൺ സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രീ EMI സ്റ്റേജസിലാണെങ്കിലും EMI സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ക്ലോസ് ചെയ്താലും ഒരു പക്ഷേ ചില ബാങ്കുകൾക്ക് ചാർജസ് ഉണ്ട് എന്ന് തോന്നുന്നു. അതായത് പ്രീ EMI ആണ് അടച്ചുകൊണ്ടിരിക്കുന്നത്, കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ലോൺ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ആ ഒരു ടൈമിൽ തന്നെ ഇവരത് ക്ലോസ് ചെയ്യാൻ പോവുകയാണെങ്കിലും ഈ പറഞ്ഞ ചാർജസ് അപ്ലിക്കബിൾ ആണ്. ചില ബാങ്കുകൾക്ക് ഇല്ല, ചില ബാങ്കുകൾക്ക് അപ്ലിക്കബിൾ ആണ്.